guys, welcome back. അപ്പോൾ കറന്റ്ലി ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കസോളിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ ഈ റിവർ സൈഡ് ക്യാമ്പ്സിലാണ് നിന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ടെന്റ് അതിനകത്തായിരുന്നു. എൻ്റെ അമ്മ ഒടുക്കത്തെ തണുപ്പായിരുന്നു. ഒരു ഉറക്കമില്ലാതെ നേരം വെളുപ്പിച്ച ഒരു ദിവസമായിരുന്നു അത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ലക്ഷറി എന്നല്ല, എന്താ ചപ്പാത്തിയോ റൊട്ടിയോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഈ കസോളിൽ നിന്ന് ഗ്രഹൻ വില്ലേജിലേക്കാണ് പോകുന്നത്. അവിടെ ഫുൾ ട്രക്കിംഗ് ആണ്. അപ്പോൾ ആ ട്രക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ കാണാൻ പോണേ. ഞാനിത് പറയുന്നില്ല, കാര്യം നമ്മൾ ഇവിടുന്ന് കസോൾ എക്സ്പ്ലോർ ചെയ്യാൻ അല്ല ഇതിപ്പോൾ കസോളാണ്. ഇവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര വൈബാണ്, പക്ഷെ നല്ല തണുപ്പുമാണ്. അതേപോലെ നമ്മൾ ഗ്രഹൻ വില്ലേജിലേക്കാണ് ഇനി അടുത്ത് പോകാൻ പോകുന്നത്. ട്രക്കിംഗ് ഒക്കെയാണ് ഇനി അടുത്ത സംഭവങ്ങൾ. പറ്റുന്നൊക്കെ ഷൂട്ട് ചെയ്യാം. ആൻഡ് ഇവിടെ ഒരു പുഴയൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ കസോളിൽ നിന്ന് നേരെ ഗ്രഹൻ വില്ലേജിൽ ട്രക്കിങ്ങിന് പോവാണ്. അതേപോലെ തന്നെ ആ ചെറിയൊരു വില്ലേജ് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഈ വണ്ടിയും കാര്യങ്ങളും ഒന്നും പോകത്തില്ല. നമ്മൾ ട്രക്ക് ചെയ്ത് തന്നെ കയറി പോകണം. ഒരു മലയുടെ മുകളിലാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം വരെ നമുക്ക് ജീപ്പിൽ പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ജീപ്പിൽ കൂടെ പോകുന്നത് തന്നെ ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ജേണി ആയിരുന്നു. മൊത്തം പാറക്കല്ലും കാര്യങ്ങളും സൈഡിൽ മൊത്തം കൊക്കി അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര അഡ്വഞ്ചറസ് ജേണി ആയിരുന്നു. അത് മാത്രമല്ല നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസും ആയിരുന്നു. ഗൈസ്, ഈ വഴി കൂടെ നമ്മൾ ട്രക്ക് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. സാർ പതുക്കെ കയറാൻ, ട്രക്കിംഗ് ആണ് ഇത്, റേസിംഗ് അല്ല. Oh shit. എത്ര 2 കിലോമീറ്റർ ആണ് ട്രക്ക് ചെയ്യാനുള്ളത്. ഗോഡ്, ഇങ്ങനത്തെ വഴികൾ കൂടെ ട്രക്ക് ചെയ്ത് പോകണം. കൊക്കയാണിപ്പോൾ. ഇത്രയും ദൂരം നമ്മൾ നടന്നു. ഞാൻ എത്ര കിലോമീറ്റർ മുകളിലാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ക്യാപ്പ് ഊരി ഇവിടെ വെച്ചിരുന്ന സാധനം ഊരി ചൂടെടുത്തുകൊണ്ടിരിക്കുന്നു. നല്ല തണുപ്പുണ്ട്, പക്ഷെ നമ്മൾ ഈ കിതയ്ക്കുന്നോണ്ടേ. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ്. ബട്ട് നിങ്ങൾ കൊള്ളാം. ഈ ഏജ് ചെയ്തില്ലെങ്കിൽ ഇനി ഏത് ഏജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം കിതയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമൃത അവിടെ റെസ്റ്റ് എടുക്കുന്നു. ആൻഡ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. ഹായ് ഗൈസ്, ഇതാണ് നമ്മുടെ ടൂർ കോർഡിനേറ്റർ ചേട്ടൻ. ചേട്ടൻ്റെ ടൂറിൻ്റെ പാക്കേജിൻ്റെ പേര് പറ. അഡ്വഞ്ചർ വോയേജ്. യാ, ചേട്ടൻ നല്ല അഡ്വഞ്ചറസ് ആയിപ്പോയി. ഇത്ര അഡ്വഞ്ചർ ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ദേവന്ദനം ഇവിടെ കണ്ടില്ലേ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് റെസ്റ്റ് എടുക്കുവാണ്. ഈ ചേട്ടൻ ഇപ്പോൾ 3-ാം തവണ കയറി പോയിട്ട് ഇറങ്ങി വരുന്നത്. എന്ത് തരം സ്റ്റാമിന എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, ഇതൊക്കെ എന്ത്. നമ്മൾ ആൾക്കാർ ബാക്കിൽ വരുന്നുണ്ടല്ലേ. നമ്മൾ പതുക്കെ ആണെങ്കിലും കയറും, ആഗ്രഹം എത്തും. എക്സ്പീരിയൻസ് വെരി നൈസ്. പോളെ അതെ അതെ അതെ. സന്ദീപ് എങ്ങനെയുണ്ട്? ഏറെക്കുറെ 1 കിലോമീറ്റർ കൂടുതൽ നമ്മൾ കയറി കേട്ടോ. 2 കിലോമീറ്റർ ആണ് പറഞ്ഞത്. ചുവന്ന് കണ്ട മുഖം മൊത്തത്തിൽ ചൊവന്നായി. എന്നിവ ടാൻ അടിക്കത്തില്ല, പക്ഷെ ഒരു വൃത്തികെട്ട കളർ ചിലപ്പോൾ ചുമപ്പാവും. അതെനിക്കൊന്ന് കിതയ്ക്കുന്നോണ്ടായിരിക്കും. എനിവേയ്സ്, പോയി നടന്ന് ഇപ്പം മഞ്ഞ കണ്ടു തുടങ്ങി. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയുടെ വരെ കൂടെ മലയുടെ ടോപ്പിലെത്തി. അതുകൊണ്ട് മഞ്ഞ് കണ്ട് തുടങ്ങിയിരിക്കുകയാണ്. പറഞ്ഞില്ലേ മഞ്ഞെത്തിയെന്ന്. ഇതൊക്കെ മഞ്ഞ.
ഇവിടെ റേഞ്ച് ഒരു കട്ട പോലും ഇല്ല. ഈ വില്ലേജിൻ്റെ പ്രത്യേകത അതാണ്, ഇവിടെ റേഞ്ച് ഒരു സാധനമില്ല. ഈ ഇടയ്ക്കാണെന്ന് ഇവിടെ വൈഫൈ കണക്ഷൻ തന്നെ വന്നത്. ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ കോവിഡ് എന്ന് പറയുന്ന രോഗം തന്നെ നമ്മുടെ ലോകത്ത് ഉണ്ടായി എന്ന് അറിഞ്ഞത് തന്നെ ഈ ഇടയ്ക്കാണ് എന്നൊക്കെയാണ് നമ്മുടെ ട്രാവൽ ഗൈഡ് നമ്മളത് പറഞ്ഞത്. ഇനി ഒരുപാട് നടക്കാനുണ്ട്, കാണിച്ചു തരാം. കുറേ പേര് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ വരുന്നുണ്ടോ? അവിടെ കുറേ പേര്. ഈ മല മൊത്തം നമ്മൾ കയറി അങ്ങ് അറ്റം വരെ പോകണം. ആ അറ്റത്താണ് നമ്മുടെ വില്ലേജ്. ഈ ഒരു മല മൊത്തം നമ്മൾ ട്രക്ക് ചെയ്ത് കയറി. എല്ലാവരും ഓരോ സൈഡായിട്ട് ഇരിക്കുവാണ്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ഫൺ. ഈ മലയുടെ നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ആക്ച്വലി മഞ്ഞ് കാണാം. നമ്മളിപ്പോൾ ആക്ച്വലി ടോപ്പിലെത്തി. പ്യുവർ വാട്ടർ കണ്ടോ? ഉറവയായിരിക്കും. ഈ മലയുടെ ഇടയിൽ കൂടെയൊക്കെ വരുന്നതാണ്. ഇത് ആൾക്കാർ ട്രക്ക് ചെയ്യുന്നുണ്ടോ? എൻ്റെ അമ്മേ, ഇത്രയും മല ഞാൻ കയറിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. പക്ഷേ നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കും. പക്ഷെ നമ്മൾ നിന്ന് കഴിയുമ്പോൾ ഒരു തണുപ്പ്, നല്ല തണുപ്പാണ്, തണുപ്പ് കിട്ടും. ഇതേതാ വഴി? ഇത് തന്നെ വഴി മനസ്സിലാകുന്നില്ല, എല്ലാം കുറേ പാറ. ഏതില്ലെങ്കിലും കൂടെയൊക്കെ കയറണം. കണ്ട, ഇതൊക്കെയാണ് വഴി. ഈ പാറയുടെ മുകളിൽ കൂടെ നമ്മൾ കയറുന്നത്. അവിടെ ഒരു കുഞ്ഞ് വീട്, എന്താണെന്ന് അറിയില്ല, ഷെഡാണോ? കുറേ യാക്കൊക്കെ അവിടെ ഉണ്ട്. അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. കുറേ പേര് കാണാം ട്രക്ക് ചെയ്യുന്നത്. എടി കുറച്ചും കൂടെ ഉള്ളൂ, അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയി. എൻ്റെ അമ്മ വി ഡിഡ് ഇറ്റ്. ഫീൽ മുത്തേ. ആക്ച്വലി നല്ല എക്സ്പീരിയൻസ് ആണ്, പക്ഷെ നല്ല കിടക്കാണ്. പക്ഷേ കൈയും കാലം നേരെടുക്കുന്ന ശ്വാസം കിട്ടാത്തതിന്റെ അവിടെ ചെന്നാൽ ഭയങ്കര കിടിലം വർത്താണ് ഈ കഷ്ടപ്പെടുന്നതെന്നൊക്കെയാണ് പറയുന്നത്. കണ്ടറിയണം. എനിവേ ഇറ്റ്സ് കൂൾ. ഒരു 300 മീറ്ററും കൂടെ. അതെ 300-400 മീറ്ററും കൂടെ ഉണ്ട്. നമുക്ക് എന്തായാലും കയറി നടക്കാം. ഇവിടെ വന്ന് നമ്മൾ ഈ ട്രക്ക് ചെയ്യുന്നവരെല്ലാം മല്ലൂസാണ് ഗൈസ്, അല്ലേ? മിക്കവരും മല്ലൂസാണ്. എനിവേ ഇത്രയും മല കയറി വന്നത് വേർത്താണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം, അല്ലേ ദേവനെ? അതെ. എന്തായാലും കയറാം. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഇത് കുതിരയാണ് കേട്ടോ. കുതിരയാണോ ഇനി കഴുതയാണോ എന്താണെങ്കിലും കൊള്ളാം. ഇവിടുത്തെ ഗ്രാമവാസികളുടെ ആണെന്ന്, കുതിരയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഗ്രാമവാസികളുടെ ആയിരിക്കും. കൊള്ളാം. ഏത് എന്തുവാ അത്? കോവർ കഴുതയാണോ? കുതിരയുടെ കഴുതയാ, കോവർ കഴുതയാണ് ദേവതന് പറഞ്ഞു. വാ മുകളിലോട്ട് കയറാം. നിങ്ങൾ ഏത് കോളേജാ? പെരുമൺ. ദേ നമ്മുടെ ടീംസ് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഹായ് പറയാ. എല്ലാവർക്കും വയ്യ, അവരിതാ ഇത്രയും ദൂരം കൂടെ നടന്നു വരണം. നമ്മളിവിടെ റെസ്റ്റ് എടുക്കുമോ നേരത്തെ വന്നതുകൊണ്ട്. ഇനി കുറച്ചും കൂടെ കയറാനുണ്ട്. സന്ദീപ് എത്തി. അയ്യ, ഹരീഷ് സാർ ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി ട്രെക്കിംഗ് ഇത്ര എളുപ്പമായത്. ഇനി നമ്മളിത് ഇങ്ങനത്തെ രീതിയിൽ വേണം കയറാൻ. താഴോട്ട് കൊക്ക, എൻ്റെ അമ്മ എന്തത് നോക്ക്. ഇവിടെ മൊത്തം മഞ്ഞാണേ, അവിടെ ഫുള്ള് മഞ്ഞ്. നമുക്ക് വേണമെങ്കിൽ ഈ വഴി വേണമെങ്കിലും പോവാം, ഈ വഴി വേണമെങ്കിലും പോയി. ഈ വഴി പോയി പക്ഷെ പെട്ടെന്ന് എത്തും. ഐ ചൂസ് ദിസ് വേ ഗൈസ്. ഗൈസ് കണ്ട, മലയുടെ മുകളിലാണ് എത്തിയിരിക്കുന്നത്. ദേവനെ ഹാപ്പി ഗൈസ്. ഇവിടെ ഒരു വെളിച്ചം, ദീപപ്രകാശം കാണുന്നുണ്ട്. നമ്മൾ എത്തിയിരിക്കുന്നു. ട്രക്കിംഗ് നിർത്താൻ സമയമായാടാ. ഓ എന്തത് ഇനിയും ഉണ്ടാ? കുറച്ചും കൂടെ ഉണ്ട്. ഞാൻ എത്തിന്ന് പറഞ്ഞെങ്കിലും എത്തിയില്ലായിരുന്നു. കുറച്ചും കൂടെ ഉണ്ട്. നമ്മളിവിടെ ഇരുന്ന് വലിയൊരു കുത്തനുള്ള കയറ്റം കയറിയതാ, അതുകൊണ്ട് ഒരിതുണ്ട്. കുറച്ചും കൂടെ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞാൽ കണ്ടാൽ മതിയെന്ന് മടുത്ത്
ദൂരം ദൂരം നടന്നടാ ഗൈസ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഇനി പോവാണ്. എല്ലാവരും എത്തി. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. നമുക്ക് ഒരുമിച്ച് പോവാം. അയ്യോ, ഈ മലയുടെ ഇത്രയും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അയ്യോ, ഇത് സംസാരിക്കാൻ പോലും വരുന്നില്ലേ. ഈ കയറ്റം കൂടെ കയറണം. ഇവിടെ ഗ്രാമമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഇവിടെ നല്ല വ്യൂ ഉണ്ട് കണ്ടോ. നന്ദന അങ്ങനെ എത്തിയിരിക്കുകയാണ്. എന്താ പറയാനുള്ളടി? പ്രത്യേകിച്ചൊന്നും പറയണ്ട. ഏത് നേരത്താണ് തലവെച്ചു നമ്മൾ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണല്ലോ. അമൃത എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ കേറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറുമ്പോൾ എന്തോ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ശ്വാസം നല്ല ഹൈറ്റ് കയറുമ്പോഴേ പെട്ടെന്ന് നമ്മൾ ഒരു ഇത്തിരി നടന്നാൽ തന്നെ ശ്വാസം മുട്ടും. പക്ഷെ നമ്മുടെ ടീച്ചേഴ്സ് വരെ അത് ചെയ്തു. അപ്പൊ നമ്മൾ സ്റ്റുഡൻസ് ആ പവർ കാണിക്കണ്ടേ, അതുകൊണ്ട് ചെയ്തതാ. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് പോയി. ഇനിയും കുറെ നടക്കാണ്ട് കണ്ടോ. കുറച്ചും കൂടെ പോകണം. ആ കാണുന്ന വല്ലതും ആയിരിക്കും റിസോർട്ട്. നമുക്കിനി നടക്കട്ടെ, കുറച്ചും കൂടി ട്രക്ക് ചെയ്യാനുണ്ട്. അമ്മ ഈ പേടിയാണ്. അയ്യോ എന്നോ ചെയ്യില്ലേ മോനെ. ഗൈസ്, ഇവിടെ മൊത്തം ആടായിരുന്നു. നമ്മൾ പേടിച്ചു പോയി. ഇവിടെ മൊത്തം ബ്ലോക്ക് ആയി പോയി. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് ഏത് വഴി, ഇത് ഏത് സ്ഥലം? നമ്മൾ വഴി അറിയാൻ നിൽക്കുകയാണ്. ഇവിടെ ഒരു അപ്പൂപ്പനുണ്ട്. ഗ്രഹാൻ എവിടെയും ചോദിക്കേ. ഗൈസ് കണ്ടോ, മഞ്ഞ് ഇങ്ങനെ കട്ടായി കിടക്കുന്നത്. ഓ മൈ ഗോഡ് ഗൈസ്, മഞ്ഞ് മല കണ്ടോ നിങ്ങള്? ഇത്ര ഹൈറ്റിലാണ് നമ്മൾ വന്നത്. മിസ്സേ എങ്ങനെ ഉണ്ടായിരുന്നു മിസ്സേ? നൈസ് ആയിരുന്നല്ലേ സാറേ? സാറ് പറ, സീരിയസ്ലി പറ. അടിപൊളിയല്ലേ? ഗൈസ് കണ്ടോ, പിന്നെ കണ്ടില്ലേ കഠിനമായ പാതകൾ. നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് കയറണം. അയ്യോ അമ്മേ, ഇത്രയും ദൂരം ഞാൻ കേറിയില്ലേ. ഇനി ജീവിതത്തിൽ ഏത് മലയും നമുക്ക് കയറാം. എന്ന് വെച്ചാൽ എവറസ്റ്റ് ഒന്നും കയറാൻ പറഞ്ഞാളായിരുന്നു. കണ്ടോ ബാക്കിൽ ഈ ഒരു സെയിം ലെവലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏതോ ഒരു ഗ്രാമത്തിൽ. ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് സൈക്കിളില്ല, ബൈക്കില്ല, കാറിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അസുഖ പ്രശ്നങ്ങളും ഇല്ല എന്നാണ് നമ്മുടെ ടൂർ ഗൈഡ് പറഞ്ഞത്. ഗൈസ് ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. ദേ അവിടെ നിൽക്കുന്നത് നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരാണ്. ആ ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നു നമ്മുടേത്. അങ്ങനെ മിസ് നമ്മൾ എത്തി. നമുക്കിന്ന് എവിടെ വേണമെങ്കിലും കയറാം കേട്ടോ. അത്രയ്ക്കും വലിയ ട്രക്കിംഗ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. അയ്യോ ദൈവമേ, സാറിന്റെ പിന്നെ ഞാൻ പറയുന്നില്ല. ഭയങ്കര സകലകല വല്ലഭനായതുകൊണ്ടും അവിടെ നമ്മുടെ സ്ഥലം എത്തി. ഓക്കെ, നമ്മൾ ചില്ലിങ് ആയിരുന്നു. ഇത്തിരി ശ്വാസം മുട്ടിയെങ്കിലും കുഴപ്പമില്ല. സ്ഥലം എത്തിയപ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ. പീക്ക്. യെസ് നമ്മെ ഇവിടേക്ക് എത്തിയെങ്കിലും കഷ്ടപ്പാടാണ്. അവരൊക്കെ നേരത്തെ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. എടാ എങ്ങനെ ട്രക്കിംഗ്? കൊള്ളാം. നിങ്ങൾ ഇപ്പൊ എത്തി? 1 മണിക്കൂറാ പോടാ. ഗൈസ്, ഇവര് കണ്ടില്ലേ, ഇവരുടെ മനോഹരമായ ഗ്രഹൻ വില്ലേജിന്റെ കാഴ്ചകൾ ആസ്വദിച്ച് നിൽക്കുവാണ്. അഭിനയൊന്നും പറയത്തില്ല കേട്ടോ. ജയ്സ് അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. ഓക്കെ, എടാ ഇതാണ് നമ്മളെ സ്റ്റേ. ഓ പച്ചയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ സ്റ്റേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് മഞ്ഞ് അത്ര അഴുക്കാണ് ആ മഞ്ഞ്. അത് നമുക്ക് തൊടണ്ട. ഉള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്രീൻ കളർ ഒരു ഹോം സ്റ്റേ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമുക്ക് അത് പോയി കാണാം. ദാറ്റ് ഇസ് വെരി നൈസ്. ഗൈസ് നേരത്തെ എത്തിയ ആളെന്ന നിലയിൽ നമുക്ക് അബ്ദുള്ളോട് ചോദിക്കാം, അല്ലാതെ അഫ്സലിനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല അനുഭവമായിരുന്നു. മസന കൂടി ഒരു ഊട്ടിക്ക് പോയതിനെ കണ്ടിക്കൊള്ളാം അല്ലേ? അതെ, ആ ഒരു ചളിയല്ലായിരുന്നു. അതാ നീ നിന്നെ പ്രോത്സാഹിപ്പിച്ചേ. എന്തായാലും നമ്മൾ എത്തി. ഫുഡ് കഴിച്ചാ? ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ ഗൈസ്. സ്റ്റേ ട്യൂൺ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഹായ്, ഇതാണ് നമ്മുടെ സ്റ്റേ. ശ്രീകൃഷ്ണ, അതെ ന്യൂ കൃഷ്ണ. ആൻഡ് ഇതാണ് നമ്മുടെ സ്ഥലം. താങ്ക് യു. നമുക്ക് നന്ദനയ്ക്ക് കൊടുക്കാം. കഴിച്ചോ. വെൽക്കം. ബ്ലസ്. താങ്ക്സ്. ഓക്കെ ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.
നമുക്ക് ഇനി അടുത്ത ഗ്രഹൻ വില്ലേജ് എക്സ്പ്ലോറിംഗ് വ്ലോഗ്സ് വരുന്നതായിരിക്കും. ഷെയർ സബ്സ്ക്രൈബ്. ബൈ.